ഭിന്നശേഷി മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഫെബ്രുവരി 6-ന് 14 ജില്ലാ കേന്ദ്രങ്ങളിലും പരിവാർ കേരള ശ്രദ്ധ ക്ഷണിക്കൽ ധർണ നടത്തുമെന്ന് കോഴിക്കോട് ജില്ലാ പരിവാർ കളക്ടറേറ്റ് പരിസരത്ത് നടത്തുന്ന പരിപാടിയിൽ ബൗദ്ധിക ഭിന്നശേഷിക്കാരും രക്ഷിതാക്കളും പങ്കെടുക്കും. നമുക്ക് സർക്കാരിൽ നിന്ന് പല കാര്യങ്ങളും, അതായത് തൊഴിൽ സംവരണം അടക്കം, പക്ഷെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇന്ന് നിലനിൽക്കുന്ന PSC പരീക്ഷയുടെ രീതിയിൽ 4% 40% തൊഴിൽ സംവരണം നൽകിയാലും ഒരു ഗുണമില്ലാത്തൊരവസ്ഥയാണ്. പറയുമ്പോൾ കേൾക്കുമ്പോൾ 4% തൊഴിൽ സംവരണം എന്നൊക്കെ പറയും. അതൊക്കെ കൊണ്ടുപോകുന്നത് മറ്റ് ഭിന്നശേഷിക്കാർ. ആശ്വാസകിരണം പദ്ധതി കാര്യക്ഷമമാക്കുക, ക്ഷേമ പെൻഷൻ നൽകുക, വിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്ന കടുത്ത വിവേചനങ്ങൾ അവസാനിപ്പിക്കുക, തൊഴിലും ശാസ്ത്രീയ ജീവിതവും ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ശ്രദ്ധ ക്ഷണിക്കൽ ധർണ നടത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഭിന്നശേഷിക്കാരോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും കോഴിക്കോട് ജില്ലാ പരിവാർ ഭാരവാഹികൾ പറഞ്ഞു. ഫെബ്രുവരി 6-ന് കളക്ടറേറ്റ് പരിസരത്ത് നടക്കുന്ന ശ്രദ്ധ ക്ഷണിക്കൽ ധർണയിൽ ഓട്ടിസം, മസ്തിഷ്ക തളർവാദം, ബുദ്ധിപരിമിതി എന്നിവ അനുഭവിക്കുന്നവരും രക്ഷിതാക്കളും പങ്കെടുക്കും. ഞങ്ങളുടെ ദീർഘനാളായി ഉയർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ഓരോ തവണയും ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തുമ്പോൾ ഇതൊക്കെ പരിഹരിക്കും, ചേർത്ത് പിടിക്കും എന്നൊക്കെ ഇടയ്ക്കിടെ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ ചേർത്ത് പിടിക്കല് ഞങ്ങളാരും വേണ്ടതുപോലെ കാണുന്നില്ല, അനുഭവിക്കുന്നില്ല എന്നതാണ് സത്യം. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി അനിരുദ്ധൻ KP, ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CK ബാബു, ദേശീയ നിർവാഹക സമിതി അംഗം പ്രൊഫസർ K കോയട്ടി, ജില്ലാ ട്രഷറർ KP അൻവർ സാദിഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.